Hi, today let's discuss about the topic loan activities of bank from the chapter money and credit. Okay, so we know that we have two types of modern forms of money. Two type. One is currency notes like liquid cash ഉണ്ട്. സെക്കൻഡ് വൺ ബാങ്ക് ഉണ്ട്. അപ്പോൾ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രൂ ചെക്കായിട്ടോ ഡിജിറ്റൽ പേയ്മെൻ്റ് ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വി ക്യാൻ വിഡ്രോ ദാറ്റ് മണി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു ലോൺ ആക്റ്റീവ് അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്താണ്? ബാങ്കിൽ നമ്മൾ ക്യാഷ് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ നമ്മൾ ബാങ്ക് വരുന്നുണ്ടെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ബാങ്കിൻ്റെ ഡ്യൂട്ടി. ബാങ്കിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി കൂടി ഉണ്ട്. ദാറ്റ്സ് പ്രൊവൈഡ് ലോൺസ്. അതായത് ബാങ്ക് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊവൈഡിങ് മണി ടു പീപ്പിൾ ത്രൂ ലോൺസ്. ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതേപോലെ തന്നെ ബാങ്കിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് മണി ടു പീപ്പിൾ ത്രൂ ലോൺസ്. ലോൺസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മണി തരിക അല്ല, പീപ്പിളിന് മണി കൊടുക്കുക, ക്യാഷ് അങ്ങോട്ടേക്ക് കൊടുക്കുക, ലോൺ കൊടുക്കുക എന്നുള്ളത് കൂടെ ബാങ്കിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ്. Okay, then people deposit their savings in banks which are kept safe. People deposit their savings in bank. People അവരുടെ സേവിങ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റഡ് മണീനെ ബാങ്ക് എന്ത് ചെയ്യും? സേഫായിട്ട് കീപ്പ് ചെയ്യും അല്ലേ? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് ബാങ്ക് സേഫായിട്ട് കീപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് പേ ഇൻട്രസ്റ്റ് ഓൺ ദിസ് ഡെപ്പോസിറ്റ്സ്. ഈ ഡെപ്പോസിറ്റ്സിനായിട്ട് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. ഇപ്പോൾ ഞാനൊരു എമൗണ്ട്, ഒരു സർട്ടൻ എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മന്തും എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കും. ഡെപ്പോസിറ്റ് അല്ല, ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു എത്രയെങ്കിലും ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളൊരു റേഷ്യോ ഉണ്ടാകും. ആ ഇൻട്രസ്റ്റ് എനിക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കൊരു ഇൻട്രസ്റ്റ് ബാങ്ക് കൊടുക്കും. സോ അതുപോലെ തന്നെ ബാങ്ക് യൂസ് ദ ഡെപ്പോസിറ്റഡ് മണി ടു പ്രൊവൈഡ് ലോൺസ് ടു അതേഴ്സ് ആൻഡ് ചാർജ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺസ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ ക്യാഷ് ബാങ്ക് എന്താ ചെയ്യുന്നത്? അവരത് ജസ്റ്റ് വെറുതെ കൊണ്ടുപോയിട്ട് അതിങ്ങനെ ലോക്കറിലെടുത്ത് വെക്കുകയല്ല ചെയ്യുന്നത്. അവരതിനെന്താ ചെയ്യുന്നത്? ആ മണി യൂസ് ചെയ്തിട്ട് അവർ വേറെ ആൾക്കാരല്ലേ, ലോൺ ചോദിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ആ ക്യാഷ് അവർ ലോണായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ക്യാഷ് ഇല്ലാത്ത ആൾക്കാർ ഒരു ബോറോയിങ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ക്യാഷ് സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കട എടുക്കും അല്ലേ? അങ്ങനെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ബാങ്കിൻ്റെ അടുത്ത് വന്ന് ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് എടുത്തിട്ട് ബാങ്ക് അവർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ലോണിന് അവർ ഒരു ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അതായത് നമ്മൾ ഡെപ്പോസിറ്റേഴ്സിന് ബാങ്ക് കൊടുക്കുന്നതിനേക്കാളും ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ലോണിൻ എടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബാങ്ക് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്നത്. ഇറ്റ്സ് മീൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എ എന്നുള്ള പേഴ്സണും ഒരു ബി എന്നുള്ള പേഴ്സണും ഉണ്ട്. അപ്പോൾ എ എന്നുള്ള പേഴ്സൺ എന്ത് ചെയ്യാണ്? ഒരു 1 lakh, ഫോർ എക്സാമ്പിൾ ആണ്, ഒരു 1 lakh rupees ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഓക്കെ, എ എന്നുള്ള പേഴ്സൺ ഒരു 1 lakh rupees ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അയാൾക്ക് ആ എ എന്നുള്ള പേഴ്സണിന് ബാങ്ക് ഒരു 5% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. ഒരു എക്സാമ്പിളാണ്, ഒരു 5%. അപ്പോൾ 1 lakhൻ്റെ 5% ഓരോ മന്തും ആ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ എക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഒരു 1 lakh rupees, സെയിം 1 lakh rupees ലോണായിട്ട് ബാങ്കിൽ നിന്ന് എടുക്കുകയാണ്. അയാൾ ലോൺ അപ്ലൈ ചെയ്തു, ഒരു 1 lakh rupees അയാൾ ലോൺ എടുക്കുകയാണ്. ഈ ലോണിന് ബാങ്ക് എന്ത് ചെയ്യും? ഒരു 10% ആയിരിക്കും. ഈ 1 lakhൻ്റെ 10% ഇൻട്രസ്റ്റ് അയാളിൽ നിന്ന് വാങ്ങിക്കും. അതായത് ഒരാൾ എ എന്ന് പറയുന്ന പേഴ്സൺ 1 lakh ഡെപ്പോസിറ്റ് ചെയ്താൽ അയാൾക്ക് അതിൻ്റെ 5% ആണ് ബാങ്ക് ഇൻട്രസ്റ്റ് എക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 lakh ലോൺ എടുത്തിട്ടുള്ള ബീൻ്റെ കയ്യിൽ നിന്നും 10% ഇൻട്രസ്റ്റ് ബാങ്കിലേക്ക് വാങ്ങിക്കും. ബീൻ്റെ കയ്യിൽ നിന്നും ബാങ്ക് വാങ്ങിക്കും. അതായത് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നതിനേക്കാളും ഒരു ഹയർ ഇൻട്രസ്റ്റ് ബാങ്ക് എന്ത് ചെയ്യും? ലോൺ എടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഫ്രം ദ ലോൺസ് ആൻഡ് ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ഡെപ്പോസിറ്റേഴ്സ് ഈസ് ദ ബാങ്ക്സ് പ്രോഫിറ്റ്. അതാണ് നമ്മുടെ ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആസ് യു ക്യാൻ സീ ദ പിക്ചർ, ഒരാൾ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ് അല്ലേ? ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? അതിന് പകരമായിട്ട് ഒരു ഇൻട്രസ്റ്റ്, ഒരു സർട്ടൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്നുണ്ടാവും. അത് ഓരോ ബാങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കാം. ആ ഒരു ഇൻട്രസ്റ്റ് അയാൾക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കണം. ഇപ്പോൾ ഒരാൾ ഒരു എമൗണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ ആ ഡെപ്പോസിറ്റിന് പകരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ബാങ്ക് അയാൾക്ക് കൊടുക്കും. അറ്റ് ദ സെയിം ടൈം
ഇവിടെ ഒരാൾ എന്താണ് ബാങ്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലോൺ എടുക്കുകയാണ്. ഈ ലോൺ എടുക്കുന്നതിന് പകരമായിട്ട് ഇയാൾ ബാങ്കിന് തിരിച്ചൊരു ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ഇവിടെ ഇൻട്രസ്റ്റ്, ഇവിടെ ഈ പേഴ്സൺ ഇതൊരു പേഴ്സൺ ആണ്, ഇത് ബാങ്കാണ്. അപ്പോൾ ഈ ബാങ്കിൽ നിന്നും ഇയാൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ഇയാൾക്ക് തിരിച്ചൊരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഇവിടുത്തെ കേസ് ആണെങ്കിൽ ഇയാൾ ബാങ്കിൽ നിന്നും ഇങ്ങോട്ട് ലോൺ എടുക്കുകയാണ്, അതിന് പകരമായിട്ട് ഇയാൾ ബാങ്കിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണം. ബട്ട് ഇവിടെ ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ബാങ്ക് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിനേക്കാളും ഒരു ഹൈ എമൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഈ ലോൺ എടുത്ത ആളിൽ നിന്നും ബാങ്ക് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരാളിൽ നിന്ന് ഇപ്പോൾ ഒരാൾ 1 lakh റുപ്പി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ബാങ്ക് ഒരു, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അയാൾക്ക് ഒരു 2000 റുപ്പി ബാങ്ക് ലോൺ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു. 2000 ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെയിം എമൗണ്ട് ഒരാൾ ലോൺ എടുത്താൽ അയാളുടെ കയ്യിൽ നിന്നും ഒരു 4000 ആയിരിക്കും ബാങ്ക് ലോണായിട്ട് വാങ്ങുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ്, ആ 4000 മൈനസ് 2000 എന്നുള്ളതിൻ്റെ ഡിഫറൻസ് 2000 റുപ്പീസ് ഉണ്ട്. ആ 2000 ബാങ്കിൻ്റെ പ്രോഫിറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു വ്യക്തി ഇത് എ ആണ്, ഇത് ബി ആണ്. ഈ എ എന്ന് പറയുന്ന ആൾ ഒരു 1 lakh റുപ്പി എടുത്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് ബാങ്ക് നേരെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഓക്കെ, ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പം ഈ എ എന്ത് ചെയ്തു? ഒരു 1 lakh റുപ്പി 1 lakh റുപ്പി നേരെ ബാങ്കിലേക്ക്, ഇത് ബാങ്കാണ്, അപ്പോൾ ബാങ്കിലേക്ക് ഒരു 1 lakh റുപ്പീസ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. 1 lakh, ഈ 1 lakh എടുത്തിട്ട് ബാങ്ക് നേരെ ഈ ബിക്ക് ലോണായിട്ട് കൊടുത്തു. അപ്പോൾ ആ 1 lakh ബാങ്കിനുള്ളതല്ല, ആ 1 lakh ബാങ്ക് അവിടെ ലോണായിട്ട് എടുത്തു. ഇനി ലോൺ എടുത്ത ആൾ എന്ത് ചെയ്യണം? അത് ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കണം അല്ലേ? ബാങ്കിൽ അത് റീപേ ചെയ്യണം. ആൻഡ് അതുപോലെ ഈ എ എന്ന് പറയുന്ന പേഴ്സൺ എപ്പോഴാണോ ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്, അപ്പോൾ അത് തിരിച്ച് ബാങ്ക് നേരെ എക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ ആ എമൗണ്ട് ബാങ്കിന് കിട്ടൂല. അതായത് ഈ എ എന്ന് പറയുന്ന പേഴ്സൺ അത് വിഡ്രോ ചെയ്യുന്നത് വരെ ബാങ്കിന് അത് ലോണായിട്ട് കൊടുക്കാൻ പറ്റും, അതല്ലാണ്ട് അത് ബാങ്കിന് അവർക്ക് എടുക്കാൻ കഴിയില്ല. ആ എമൗണ്ട് ബാങ്കിനുള്ളതല്ല. അത് ഈ എ വിഡ്രോ ചെയ്യുന്നത് വരെ ബാങ്കിന് അതവിടെ, ഈ എ വിഡ്രോ ചെയ്യുന്നത് വരെ ബാങ്ക് അതവിടെ സേഫായിട്ട് അവിടെ കെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് അവർ ബിസിനസ് ചെയ്യുക അല്ലേ? അവരെന്താ ചെയ്യുന്നത്? അത് നേരെ ബിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ ഈ എ കൊടുത്തിട്ടുള്ള 1 lakh നേരെ ബിക്ക് അവരെന്ത് കൊടുത്തു? അവർ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു. ആ സമയത്ത് ഈ ബി എന്ത് ചെയ്യണം? ബിയിൽ നിന്ന് ഒരു എമൗണ്ട് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് വാങ്ങിക്കാൻ പറ്റും, എയിൽ നിന്ന് ഒരു എമൗണ്ട് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ എ 1 lakh ഡെപ്പോസിറ്റ് ചെയ്ത ടൈമിൽ എക്ക് ഇവരെന്താണ് ഒരു 200 റുപ്പീസ് ഇൻട്രസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊടുത്തു അല്ലേ? ഇൻട്രസ്റ്റ് കൊടുത്തു. എക്ക് ഒരു 200 റുപ്പീസ് ഇൻട്രസ്റ്റ് കൊടുത്തെങ്കിൽ ആ 200 ബാങ്കിന് 1 lakh തിരിച്ച് കൊടുക്കണം. അയാൾ വിഡ്രോ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു 200 കൂടെ കൊടുക്കണം. അപ്പോൾ ആ 200 ബാങ്കിന് ലോസ് ആവരുത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നിന്ന് അയാൾ 200 തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ ബാങ്കിന് പിന്നെ എന്തില്ല, അവിടെ പ്രോഫിറ്റ് ഒന്നുമില്ലല്ലേ? ഇവിടെ കിട്ടിയ 200 നേരെ ഇവിടേക്ക് കൊടുക്കണം. അപ്പോൾ ബാങ്ക് എന്താ ചെയ്യുക? ഇവിടെ 200 വാങ്ങിക്കുന്നതിന് പകരം ഇവിടെ ഒരു ഹയർ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു 400 വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് ബാങ്കിന് ഇങ്ങോട്ടൊരു 400 വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് 200 മാത്രം എക്ക് കൊടുത്താൽ മതി. ബാക്കി 200 അത് ബാങ്കിൻ്റെ പ്രോഫിറ്റാണ്. ഓക്കെ, അത് ബാങ്കിൻ്റെ പ്രോഫിറ്റാണ്. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഫ്രം ലോൺസ് ആൻഡ് ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ഡെപ്പോസിറ്റേഴ്സ് ഈസ് ബാങ്ക്സ് പ്രോഫിറ്റ്. ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്നതിനേക്കാളും ഒരു ഹയർ റേറ്റ് എമൗണ്ട്, ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് ആരിൽ നിന്ന് വാങ്ങിക്കും? ലോൺ എടുക്കുന്ന ആൾക്കാരിൽ നിന്നും വാങ്ങിക്കും. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അതാണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ടേക്സ് എ ലോൺ ഓഫ് റുപ്പീസ് 1 lakh ഫ്രം ദ ബാങ്ക്, he pays rupees 800 as interest. If a person deposits an amount of 1 lakh in the bank, he gets rupees 400 as interest. Here the difference 400 is the bank's profit. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ 1 lakh റുപ്പീസ് അയാൾ ലോൺ എടുക്കുകയാണെങ്കിൽ അയാൾ 800 റുപ്പീസ് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം ഒരാൾ 1 lakh ഡെപ്പോസിറ്റ് ചെയ്താൽ അയാൾക്ക് 400 റുപ്പീസ് മാത്രമേ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ദ ഡിഫറൻസ് 400 ഈസ് ദ ബാങ്ക്സ് പ്രോഫിറ്റ്. അതിൻ്റെ ഡിഫറൻസ് ആണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്.